ബാറ്റിൽ ഓഫ് പോക്രോവസ്ക്. പോക്രോവസ്കിനുള്ളിലെ 70% പ്രദേശം റഷ്യ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയെന്ന് 2 ദിവസത്തിന് മുൻപ് നമ്മൾ അറിഞ്ഞതാണ്. എന്നാൽ ഇന്ന് പോക്രോവസ്കിന്റെ അവസ്ഥ എന്താണെന്ന് അറിയണ്ടേ? എങ്ങനെയെങ്കിലും റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങളെ തിരികെ എടുക്കാനായി ഉക്രൈൻ വളരെ വലിയൊരു മൂവ് തന്നെ നടത്തിയിട്ടുണ്ട്. എന്നാൽ അതിൽ ഉക്രൈന് വിജയം ലഭിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയാൽ തീർച്ചയായും ഇല്ല. അമേരിക്കയുടെ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്റർ ഇതിൽ നിന്ന് 11-13 ഉക്രൈൻ സൈനികരെ ഇവിടെ ഡ്രോപ്പ് ചെയ്യുകയാണ്. റഷ്യൻ കൺട്രോളിലുള്ള പ്രദേശങ്ങൾക്ക് തൊട്ടടുത്താണ് ഇവരെ ഡ്രോപ്പ് ചെയ്തത്. അങ്ങനെ ഹെലികോപ്റ്റർ ആ സൈനികരെ ഇറക്കി വീണ്ടും അവിടെ നിന്ന് തിരിച്ച് അടുത്ത സെക്കൻഡിൽ തന്നെ ഇറങ്ങി അത്ര സൈനികരും മരിച്ചു. പക്ഷേ അവിടെ മറ്റ് സൈനികരുടെ പ്രവർത്തനങ്ങൾ ഒന്നും ഇല്ലായിരുന്നു. എല്ലാവരും വളരെ ആശ്ചര്യത്തോടു കൂടി നോക്കുമ്പോൾ ഒരു വാർത്ത റഷ്യയുടെ ഭാഗത്തുനിന്നും പുറത്തു വന്നു. റഷ്യയുടെ വളരെ സ്പെഷ്യലൈസ്ഡ് എലൈറ്റ് ഗ്രൂപ്പായിട്ടുള്ള റഷ്യയുടെ നാഷണൽ ഗാർഡിന് കീഴിൽ വരുന്ന SOBR യൂണിറ്റിലെ സൈനികർ പോക്രോവസ്കിനുള്ളിൽ കയറിയിട്ടുണ്ട്. റീസെന്റ് ടൈംസിൽ അല്ലെങ്കിൽ 2024 ശേഷം ഏതൊരു ബാറ്റിലും ഇത്തരത്തിലുള്ള എലൈറ്റ് യൂണിറ്റിനകത്തേക്ക് അയച്ചിട്ടേ ഇല്ല. അപ്പോൾ അത്രത്തോളം വളരെ പ്രാധാന്യം പോക്രോവസ്കിന് ഇവർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും എലൈറ്റ് ഗ്രൂപ്പിനകത്തേക്ക് അയച്ചത്. അങ്ങനെയാണെങ്കിൽ റഷ്യ പോക്രോവസ്കിനെ വെച്ച് എന്ത് വലിയ പദ്ധതി ഇടുന്നുണ്ട്. മാത്രമല്ല ഉക്രൈൻ ഏതൊക്കെ തരത്തിൽ ശ്രമിച്ചോ, പോക്രോവസ്കിനെ തിരിച്ചെടുക്കാൻ ഉക്രൈൻ ഏതൊക്കെ തരത്തിൽ ശ്രമിച്ചോ എല്ലാ കാര്യങ്ങളിലും അവർക്ക് വലിയ പരാജയം തന്നെ സംഭവിച്ചിട്ടുണ്ട്. എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ആദ്യം പോക്രോവസ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു വശത്ത് റഷ്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഒരു വീഡിയോ പുറത്തുവിടുന്നു. ആ വീഡിയോയിൽ ഉക്രൈൻ ഉപയോഗിക്കുന്ന ഒരു ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്റർ ഇത് അകത്ത് വന്ന് ചില സൈനികരെ ഇറക്കി വിടുന്നുണ്ട്. ഇങ്ങനെ ഇറക്കി വിട്ടതിന് ശേഷം ആ ഹെലികോപ്റ്റർ അവിടെ നിന്നും തിരിച്ച് അടുത്ത ചില സെക്കൻഡിൽ തന്നെ ഒരു വലിയ വെടിവയ്പ്പിന്റെ ശബ്ദം കേൾക്കുന്നു. ആ ഒരു ദിശയിൽ നോക്കി ഒരു ഹെവി ഫയറിംഗ് നടത്തുന്നു. ഇതിൽ അവിടെ ഇറങ്ങിയ അത്രയും സൈനികരും മരിക്കുന്നു. എവിടെയാണോ അവർ ഡ്രോപ്പ് ചെയ്യപ്പെട്ടത് അവിടെ നിന്നും ചില അടി ദൂരത്തിൽ വെച്ച് തന്നെ അവരെല്ലാം വീണ് മരിക്കുകയാണ്. ഇതെല്ലാം ഡ്രോൺ ഫൂട്ടേജിൽ വളരെ വ്യക്തമാണ്. ഈ ഒരു ഫൂട്ടേജ് പുറത്തുവിട്ടിട്ട് റഷ്യ പറഞ്ഞൊരു കാര്യം, എങ്ങനെയെങ്കിലും റഷ്യൻ സൈനികരുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളെ പിടിച്ചെടുക്കണം എന്ന് ഉക്രൈൻ ചെറിയ ചെറിയ ടാക്ടിക്കൽ ഗ്രൂപ്പ്സിനെ ഫോം ചെയ്ത് അകത്തേക്ക് അയക്കുകയാണ്. ഈ ടാക്ടിക്കൽ ഗ്രൂപ്പ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഈ സാധാരണ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ കമ്പനി സോൾജേഴ്സിനെ പോലെ ആയിരിക്കില്ല. ഈ ടാക്ടിക്കൽ ഗ്രൂപ്പ്സിൽ മാക്സിമം 20-30 പേർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇവർ നുഴഞ്ഞു കയറി ചെന്ന് ആക്രമണം നടത്തണം. പ്രാക്ടിക്കലി പറഞ്ഞാൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നത് പോലെ. ഇവർ അകത്തേക്ക് കടന്ന എനിമീസിന്റെ ഫ്രണ്ട് ലൈനെ വീക്ക് ചെയ്യണം. എത്രത്തോളം വീക്ക് ചെയ്യുന്നു അത്രത്തോളം പിന്നിൽ വരുന്ന സൈനികർക്ക് ഇവർ ഒരു വഴി അവിടെ നിർമ്മിക്കുന്നത് പോലെയാണ്. ഇത് 2 ഭാഗത്തു നിന്നും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ ടാക്ടിക്കൽ ഗ്രൂപ്പ്സായി വിഭജിച്ച് പോക്രോവസ്കിൽ റഷ്യൻ സൈന്യത്തെ പിന്നിൽ നിന്നും അടിക്കണമെന്നുള്ളൊരു സ്ട്രാറ്റജിയോട് കൂടിയാണ് ഇവർ അകത്തേക്ക് കയറിയത്. അതായത് എങ്ങനെയാണോ ഈ കേഴ്സ്ഡ് ബാറ്റിൽ സംഭവിച്ചപ്പോൾ ഉക്രൈൻ സൈനികർ ഇങ്ങനെ മുന്നിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റഷ്യൻ സൈന്യം പിന്നിൽ നിന്ന് വളരെ സർപ്രൈസായി പൈപ്പ് ലൈനിലൂടെ പുറത്തേക്ക് വരികയും ഈ വന്ന സൈന്യം 2 വിഭാഗമായി വേർതിരിഞ്ഞു പോയി ഉക്രൈൻ സൈനികരെ ആക്രമിക്കാൻ തുടങ്ങി. അതുപോലൊരു സ്ട്രാറ്റജിയാണ് ഇവിടെ ഫോളോ ചെയ്തത്. അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തി. എന്നാൽ ഞങ്ങളുടെ സൈനികർ മുൻകൂട്ടി തന്നെ ഇവർ വരുന്നുവെന്ന് മനസ്സിലാക്കിയത് കൊണ്ടും ഇവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചതുകൊണ്ടും 30 പേർ 3 വെവ്വേറെ സ്ഥലങ്ങളിൽ വെച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ 1 മാത്രമാണ് ഇത്. ഇതിൽ 13 പേർ മരിച്ചിട്ടുണ്ട്. ഇവരെല്ലാം ഉക്രൈൻ സ്പെഷ്യലായി തന്നെ ട്രെയിനിങ് കൊടുത്ത എലൈറ്റ് യൂണിറ്റിലുള്ള വ്യക്തികളാണെന്നും ഒരു വാർത്ത പുറത്തുവിട്ടു. ആസ് യൂഷ്വൽ ഉക്രൈൻ ഈ ഒരു ക്ലെയിമിനെ നിഷേധിച്ചു. ഞങ്ങൾ ഇങ്ങനെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഞങ്ങൾ അവിടെ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചിട്ടേയില്ല. പോക്രോവസ്കിൽ ഞങ്ങളുടെ പ്രദേശങ്ങളെ ഞങ്ങൾ ഡിഫെൻഡ് ചെയ്യുകയാണ്. റഷ്യൻ സൈന്യത്തെ മുന്നേറുന്നത് ഞങ്ങൾ തടയുകയാണ്. എന്നാൽ ഈ പിടിച്ചെടുത്ത പ്രദേശങ്ങളെ തിരികെ എടുക്കാൻ കൗണ്ടർ ഒഫൻസീവ് ചെയ്യാൻ ഇപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പദ്ധതികളൊന്നും തന്നെയില്ല. ഞങ്ങൾ ഡിഫൻസീവ് മോഡിൽ തന്നെയാണ് ഉള്ളത് എന്ന് സെലൻസ്കി ഒരു കാര്യം പറഞ്ഞു. എന്നാൽ അവിടെ ചെന്ന് ഇറങ്ങിയ ചില ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ, ഈ 3-4 ഭാഗത്തായി കുറേയേറെ സൈനികർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് വന്ന ചില വാർത്ത അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഉക്രൈന്റെ 7th ഏരിയൽ അസോൾട്ട് കോർപ്സ് ഇവരുടെ ജോലി ഈ എയർ ഡ്രോപ്പ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പെട്ടെന്ന് സർപ്രൈസായി കടന്നു ചെന്ന് അകത്തൊരു സർപ്രൈസ് അറ്റാക്ക് ചെയ്യുക. അവർ പറഞ്ഞത് ഞങ്ങൾ പോക്രോവസ്കിൽ സക്സസ് ആയി തന്നെ ലാൻഡായി അകത്തേക്ക് കടന്ന് ഞങ്ങളുടെ മിഷൻ ഒബ്ജക്റ്റീവ്സിനെ പതിയെ പ്രവർത്തിപ്പിക്കാൻ തുടങ്ങി.
ഇങ്ങനെ ഒരു വാർത്ത പുറത്തുവിട്ടു. എന്നാൽ ഈ വാർത്തയെല്ലാം സെലൻസ്കി അറിയുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ബാറ്റിൽ ഫീൽഡിൽ സംഭവിക്കുന്നത് ഇദ്ദേഹം അറിയാതെയാണോ സംസാരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഒഫീഷ്യലി അവരുടെ ആർമി യൂണിറ്റിൽ നിന്നും ഒരു വാർത്ത വരുന്നു, ഞങ്ങൾ അകത്ത് ഇറങ്ങിയെന്ന്. എന്നാൽ സെലൻസ്കി പറയുന്നത് അവിടെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല എന്ന്. റഷ്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് പറയുന്ന ആ ഒരു ലാൻഡിംഗ്, അവർ ഏത് സമയത്ത് അകത്ത് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചു, ഏത് സമയത്ത് ആക്രമിച്ചു, ജിയോ ടൈമിങ്ങോട് കൂടി തന്നെ എല്ലാം പറയുന്നുണ്ട്. ആ വീഡിയോ എപ്പോഴാണ് എടുത്തത്, ആ സൈനികർ എപ്പോഴാണ് കൊല്ലപ്പെട്ടത്, ഇതെല്ലാം ടൈമിംഗ് കറക്റ്റായിട്ട് തന്നെ ഇവർ കാണിക്കുന്നുണ്ട്. ഈ 7th ഏരിയൽ അസോർട്ട് കോർപ്സ് ഗ്രൂപ്പ്, ഈ ഒരു യൂണിറ്റിന്റെ പക്കൽ നിന്ന് വന്നിരിക്കുന്ന വാർത്തയും റഷ്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് പുറത്തുവിട്ട വാർത്തയും പരസ്പരം മാച്ച് ആകുന്നുണ്ട്. അവർ വാർത്ത പുറത്തുവിട്ട സമയവും റഷ്യയുടെ ഭാഗത്തുനിന്ന് വാർത്ത പുറത്തുവിട്ട സമയം എല്ലാം തന്നെ പരസ്പരം മാച്ച് ആകുന്നുണ്ട്. അതുപോലെ തന്നെ ഉക്രൈൻ സൈനികർ അവിടെ മരിച്ചിട്ടുമുണ്ട്. പക്ഷെ ഉക്രൈൻ സെലൻസ്കി അതൊന്നും സമ്മതിക്കുന്നില്ല. അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇവർ പൂർണ്ണമായും നിഷേധിക്കുകയാണ്. ഇതിനകം 200 സൈനികർ അകത്തേക്ക് കടന്നിട്ടുണ്ടാകാം എന്ന് സെലൻസ്കി ഒരു എസ്റ്റിമേഷൻ നൽകിയിരുന്നു. ഇതിനെക്കുറിച്ച് നമ്മൾ മുൻപ് സംസാരിച്ചതാണ്. ആ 200 സൈനികർ ആരെന്നറിയണ്ടേ? റഷ്യയുടെ ഈ SOBR എന്ന റാപ്പിഡ് റെസ്പോൺസ് ടീമാണ്. ഈ റാപ്പിഡ് റെസ്പോൺസ് ടീം, ഈ ഒരു വാക്കിനർത്ഥം അറിയണ്ടേ? അല്ലെങ്കിൽ ഇവർ ഏതൊക്കെ മിഷനിൽ പ്രവർത്തിക്കുമെന്ന് ചോദിച്ചാൽ ഇവർ നാഷണൽ ഗാർഡ്സിന് കീഴിലാണ് വരിക. റാപ്പിഡ് റെസ്പോൺസ് കോർപ്സ് എന്നാണ് പറയുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ജോലി, ഏതെങ്കിലും ഒരു സ്ഥലത്ത് റഷ്യക്ക് ഇപ്പോൾ ഒരു വലിയ പ്രശ്നം വരികയാണ്, അത് വളരെ സെൻസിറ്റീവായ കാര്യമാണ്, റഷ്യക്കാർ സംബന്ധിക്കുന്ന ഒരു പ്രശ്നം, അതുമല്ലെങ്കിൽ ബന്ധികൾ അവിടെയുണ്ട്, സ്നൈപ്പർ ഓപ്പറേഷൻസ് അവിടെ തീർച്ചയായും ചെയ്തേ മതിയാവുകയുള്ളൂ. അതും നടത്തുന്ന ആക്രമണങ്ങളെല്ലാം കൃത്യമായിരിക്കണം, വളരെ പദ്ധതിയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് നടത്തണം. അങ്ങനെയുള്ള മിഷൻസിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് അയക്കുന്ന ഒരു യൂണിറ്റാണിത്. ഇപ്പോൾ ഉക്രൈൻ പോക്രോവസ്കിൽ ഉണ്ടെന്ന് ചിന്തിക്കുക. അവരെ റൈഡ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. റഷ്യക്ക് ഏരിയൽ സപ്പോർട്ട് വരികയാണ്. പോക്രോവസ്കിനുള്ളിൽ റഷ്യയുടെ ഗ്ലൈഡ് ബോംബ്സ് അകത്തേക്ക് വന്നാൽ ഉക്രൈനെ കൊണ്ട് ഡിഫെൻഡ് ചെയ്യാൻ കഴിയില്ല. റഷ്യക്ക് അവിടെ ഏരിയൽ സപ്പോർട്ട് ലഭിക്കും. റഷ്യയുടെ ഗ്ലൈഡ് ബോംബ്സ് അവിടെ അകത്തേക്ക് കടന്നാൽ പോലും ഉക്രൈനെ കൊണ്ട് ഡിഫെൻഡ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ പോക്രോവസ്കിലുള്ള ഒരു വലിയ പ്രശ്നം, അവിടെ താമസിച്ചിരുന്ന ജനങ്ങളിൽ ഒരു 18% ജനങ്ങളും ഇപ്പോൾ ഈ ബാറ്റിൽ സംഭവിക്കുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. കാരണം അത് ഉക്രൈന്റെ വളരെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയൽ പ്രദേശമാണ്. അവിടെയുള്ള ജനങ്ങൾക്ക് ജീവിതമാർഗം തന്നെ അതാണ്. അവിടെയുള്ള ചില ആളുകൾ റഷ്യൻ പ്രദേശത്തേക്ക് പോവുകയും മറ്റു പല ആളുകൾ ഉക്രൈൻ സൈഡിലേക്ക് ഡീപ്പറായി പോയാൽ പോലും ബാക്കിയുള്ള 18% ആളുകൾ ആ സ്ഥലം വിട്ട് പുറത്തേക്ക് പോയിട്ടേ ഇല്ല. അങ്ങനെ ഉള്ളപ്പോൾ ഈ ഗ്ലൈഡ് ബോംബ്സ് യൂസ് ചെയ്താൽ ഹെവിയർ ഡാമേജ് സിവിലിയൻ പ്രദേശത്ത് സംഭവിക്കും. അതുകൊണ്ട് റഷ്യ ഇവിടെ ചെയ്തത്, അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും, മറ്റെല്ലാ പ്രദേശങ്ങളിലും ഗ്ലൈഡ് ബോംബ്സ് ഉപയോഗിച്ച റഷ്യ ഈ പോക്രോവസ്കിൽ ഒരേയൊരു ഗ്ലൈഡ് ബോംബ്സ് പോലും ഡ്രോപ്പ് ചെയ്തിട്ടില്ല. കാർക്കീവിലൊക്കെ നോക്കിയാൽ ഒരു ദിവസം 10-12 ബോംബുകളോളം ഈ ഒരു കാറ്റഗറിയിൽ വീശുന്നുണ്ട്. എന്നാൽ പോക്രോവസ്കിൽ ഈ ബാറ്റിൽ ഇത്രത്തോളം തീവ്രമായി നടക്കാൻ തുടങ്ങിയിട്ട് കൂടിയും ഒരേ ഒരിടത്ത് കൂടിയും ഇങ്ങനെയുള്ള ബോംബുകൾ എറിഞ്ഞിട്ടില്ല. അപ്പോൾ അകത്തുള്ള ഉക്രൈൻ സൈനികരെ മറ്റു മാർഗങ്ങളിലൂടെ കൃത്യമായി ആക്രമിക്കണം എന്നുള്ളതിന് വേണ്ടി SOBRന് അകത്തേക്ക് അയച്ചിട്ടുണ്ട്. ഇവരുടെ ഒരു രീതി നോക്കിയാൽ ഒരു യൂണിറ്റിൽ ഒരു 25 പേർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇവർക്ക് നൽകിയിട്ടുള്ള മിഷൻ തന്നെ ഒരു പ്രദേശത്തെ പിടിച്ചെടുക്കണം, അല്ലെങ്കിൽ അവിടെയുള്ള ശത്രുക്കളെ എലിമിനേറ്റ് ചെയ്യണം. ഇതിന് വളരെ സ്പെഷ്യലായി തന്നെ ഇവർ പ്രവർത്തിക്കും. നമ്മുടെ ഈ പാരാ-SF ഫോഴ്സസ് പോലെ ഇവർ റഷ്യയുടെ എലൈറ്റ് യൂണിറ്റ് ആണ്. ഇപ്പോൾ സെലൻസ്കി ആ 200 പേർ അകത്തേക്ക് വന്നുവെന്നും പറഞ്ഞു, റഷ്യയുടെ എലൈറ്റ് യൂണിറ്റ് അകത്തേക്ക് കടക്കുകയും ചെയ്തു. ഇത് രണ്ടും കൃത്യമായി മാച്ച് ആകുന്നുണ്ട്. അപ്പോൾ 200 പേർ അകത്തേക്ക് വന്നു എന്നുള്ള സത്യമാണെങ്കിൽ 200 പേർ മാത്രം മതിയാകും ഉക്രൈനെ വീണ്ടും ഡീപ്രായി അകത്തേക്ക് തള്ളുന്നതിനും ഇങ്ങനെ ഇറങ്ങിയ 13 പേരെ കൊല്ലുന്നതിനും, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉണ്ടായാലും. ഇവരെല്ലാം ഈ സ്നൈപ്പർ സ്ട്രൈക്കിന് ഇരയായിട്ടുണ്ട്. ഫുട്ടേജ് ഒന്നും ഇവിടെ ഡിസ്പ്ലേ ചെയ്യാൻ കഴിയില്ല, അത്രത്തോളം വളരെ സെൻസിറ്റീവ് ആണ്. അതൊരു ഡ്രോൺ ഫുട്ടേജ് ആണെങ്കിൽ കൂടിയും അത് കാണുമ്പോൾ തന്നെ അത്രത്തോളം മോശമാണ്. വെറും 10-15 സെക്കൻഡിനുള്ളിൽ തന്നെ എല്ലാം അവസാനിച്ചു. ഇത്രത്തോളം പ്രിസിഷൻ സ്ട്രൈക്ക് നടത്തുന്നു എന്നുണ്ടെങ്കിൽ അവർ അകത്തുണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷെ സെലൻസ്കി അത് സമ്മതിക്കുന്നില്ല. മറുവശത്ത് റഷ്യ ഈ പോക്രോവസ്കിലേക്ക് ഉക്രൈന് റീസപ്ലൈ റൂട്ട്സ് എവിടെയെല്ലാമാണോ വരുന്നത് അവിടെ എല്ലാം ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പോക്രോവസ്ക് എന്നത് പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയൽ ഹബ്ബ് മാത്രമല്ല, അതൊരു ക്രിട്ടിക്കൽ ജംഗ്ഷൻ കൂടിയാണ്. അപ്പോൾ ക്രിട്ടിക്കൽ ജംഗ്ഷൻ ആയിട്ടുള്ള പ്രദേശങ്ങളിലേക്ക് ഈ നിപ്രോ പ്രദേശങ്ങളിൽ നിന്നും മുകളിൽ കാർക്കീവ് പ്രദേശങ്ങളിൽ നിന്നും സപ്ലൈ റൂട്ട്സ് 2 എണ്ണം കണ്ടെത്തിയിട്ടുണ്ട്. ഈ 2 സപ്ലൈ റൂട്ട്സ് കാർക്കീവിലുള്ള ബെരസ്റ്റിൻ, ഇവിടെ നിപ്രോ പ്രദേശയിലുള്ള സമർ എന്ന ഒരു നഗരം, ഈ 2 പ്രദേശങ്ങളിൽ നിന്നും ഡയറക്റ്റ് ഹൈവേസ് പോക്രോവസ്കുമായി കണക്ട് ആകുന്നുണ്ട്. എന്നാൽ ഈ ഫോർട്രസ് ബെൽറ്റ് എന്ന കോൺസെപ്റ്റ് പാരലായി ഇതിന് ഓപ്പോസിറ്റ് സൈഡ് പോകുന്നത് കൊണ്ട് ഇത്രയും ദിവസം റഷ്യ ഈ പ്രദേശങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്തില്ല. എന്നാൽ ഇന്നലെ നടന്ന ഈ ഹെലികോപ്റ്റർ ഡ്രോപ്പ്, താഴെ ഇറങ്ങിയ ആ ഒരു ലാൻഡിംഗ് അറ്റംപ്റ്റ്, അകത്തേക്ക് വന്ന സൈനികർ, ഇവരെല്ലാം ഈ സമർ പ്രദേശങ്ങളിൽ നിന്നാണ് ഹെലികോപ്റ്ററിലേക്ക് വന്നത്. ഇതിന് ഒരുപാട് ഡിസ്റ്റൻസ് ഒന്നുമില്ല. ഫ്രണ്ട് ലൈനിൽ നിന്നും 90 കിലോമീറ്ററിനുള്ളിൽ മാത്രമേ ഉള്ളൂ. ഈ 90 കിലോമീറ്റർ ഡാറ്റ റഷ്യ ഇപ്പോൾ പ്രോസസ് ചെയ്ത് നോക്കുമ്പോൾ ഈ എയർക്രാഫ്റ്റിന്റെ ഐഡന്റിറ്റി ഇവിടെ നിന്നാണ് ലോഞ്ച് ചെയ്തെന്ന് കണ്ടെത്തുന്നു.
അടുത്തവർ ചെയ്തിരിക്കുന്നത് ഈ സമർ പ്രദേശത്ത് 3-ലധികം ഇസ്കാന്ദർ മിസൈൽസ് ഉപയോഗിച്ച് അവിടെയുള്ള ടെമ്പററി എയർഫീൽഡിൽ ഒരു അറ്റാക്ക് നടത്തി. അപ്പോൾ ഉക്രൈനുള്ള എല്ലാ വഴികളും, പോക്രോവേസ്കിലേക്കുള്ള എല്ലാ വഴികളും പതിയെ അടഞ്ഞു വരികയാണ്. എന്നാൽ ഇതൊന്നും സെലൻസ്കി സമ്മതിക്കുന്നില്ല. കളത്തിൽ സംഭവിക്കുന്ന കാര്യവും ഉക്രൈൻ പറയുന്ന വാർത്തകളെല്ലാം തന്നെ പരസ്പര വിരുദ്ധമായി മാറിയിരിക്കുകയാണ്. ഈ ഡ്രോൺ ഫൂട്ടേജ് ഒരു പക്ഷേ ഇല്ലെങ്കിൽ റഷ്യ പറഞ്ഞ വാർത്ത ഫേക്ക് ന്യൂസ് എന്ന് പറയുമായിരുന്നു. CNN മുതൽ എല്ലാ വാർത്താ മാധ്യമങ്ങളും ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഒരുപാട് പേർ വെരിഫൈ ചെയ്തു ഇത് ഒറിജിനൽ ഫുട്ടേജ് ആണോ, അല്ലെങ്കിൽ മുൻപെടുത്ത ഏതെങ്കിലും ഫുട്ടേജ് ആണോ, വീഡിയോ ആണോ, അങ്ങനെയൊക്കെ വെരിഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ പൂർണ്ണമായും അനലൈസ് ചെയ്യുമ്പോൾ അത് ഈ ഒരു അറ്റാക്കിൽ എടുത്തതാണെന്നുള്ളത് കൺഫേം ചെയ്തു. അപ്പോൾ പോക്രോവേസ്ക് ഏതാണ്ട് ഉക്രൈനിൽ നിന്നും കൈവിട്ടു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഡിഫണ്ട് ചെയ്യുന്ന ശ്രമത്തിൽ ഉക്രൈന് ഒരുപാട് നഷ്ടം ഉക്രൈൻ സ്വയമേ വാങ്ങുകയാണ്. അപ്പോൾ റഷ്യ ഈ പോക്രോവേസ്ക് വളരെ സീരിയസ് ആയി തന്നെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അടുത്തെന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കിയ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.